ഹലോ ഫ്രണ്ട്സ്, റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുവാണോ? എങ്കിൽ ശ്രദ്ധിച്ചോളൂ. ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പൊളിച്ചടയ്ക്കാൻ പോകുന്നത്: ലൈഫ് പ്രോസസ്സസ്. ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ കഴിക്കുന്ന ഒരു ചപ്പാത്തി അതെങ്ങനെയാണ് ഒരു കണക്ക് ചെയ്യാൻ നമ്മുടെ തലച്ചോറിന് പവർ കൊടുക്കുന്നത്? ഒരു മാജിക് പോലെ തോന്നുന്നില്ലേ? ഈ ഒരു മാജിക്കാണ് നമ്മളിന്ന് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഓരോ സ്റ്റെപ്പും നമുക്കൊരുമിച്ച് പഠിക്കാം. വാ, നമുക്കിതൊന്ന് സിമ്പിളാക്കാം. നമ്മുടെ ശരീരം ഒരു വലിയ ഹൈടെക് എനർജി ഫാക്ടറിയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഈ ഫാക്ടറിയിലെ റോ മെറ്റീരിയൽ. ഈ ഫാക്ടറിയിലെ ഈ റോ മെറ്റീരിയൽ എങ്ങനെയാണ് പവറായി മാറുന്നത്? നമുക്ക് ഈ ഫാക്ടറിക്കകത്തൊരു ടൂർ പോയി നോക്കാം. അപ്പോൾ ഈ ഫാക്ടറി ടൂർ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം: നിങ്ങൾക്ക് ഈ റെയിൽവേ എക്സാം ശരിക്കും സീരിയസായി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മുഴുവൻ സിലബസും ഇതുപോലെ ഈസിയായിട്ട് എന്നോടൊപ്പം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ പിന്നെ ഒരു ക്ലാസ്സും മിസ്സാകില്ല. പിന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാനൊരു അടിപൊളി പവർഫുൾ AI പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ ഓരോ കോൺസെപ്റ്റും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. നമ്മുടെ പഠനം ഇനി ഒരു നെക്സ്റ്റ് ലെവലായിരിക്കും. ഓക്കെ, സെക്ഷൻ 1, ദ ഫാക്ടറീസ് ഫ്രണ്ട് ഡോർ. നമ്മുടെ ഫാക്ടറി ടൂർ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നറിയാമോ? വയറ്റിൽ നിന്നല്ല, നമ്മുടെ വായിൽ നിന്നാണ്. അതെ, ദഹനം തുടങ്ങുന്നത് വായിലാണ്. അപ്പോൾ നമ്മുടെ ഫാക്ടറിയുടെ എൻട്രി പോയിന്റാണ് വായ. ഇവിടെ നമ്മുടെ ഉമിനീരിൽ ഒരു സ്റ്റാർ പ്ലെയർ ഉണ്ട്. ആളുടെ പേരാണ് സലൈവറി അമിലേസ്. പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നൊരു പേരാണിത്, നോട്ട് ചെയ്തോളൂ. ഇദ്ദേഹത്തിന്റെ പണി എന്താണെന്നാൽ ഭക്ഷണത്തിലെ സ്റ്റാർച്ചിനെ ഷുഗറാക്കി മാറ്റുക. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വേണോ? ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് കുറേ നേരം ചവച്ചു നോക്കിക്കേ, പതിയൊരു മധുരം വരുന്നത് ഫീൽ ചെയ്യും. അതാണ് സലൈവറി അമിലേസിന്റെ പണി. ഈ കാണുന്നതാണ് നമ്മുടെ എനർജി ഫാക്ടറിയുടെ മുഴുവൻ പ്രൊഡക്ഷൻ ലൈനും, അതായത് നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. വായിൽ നിന്ന് നേരെ താഴോട്ട് അന്നനാളത്തിലൂടെ, അതായത് ഊസഫേഗസ് വഴി ഭക്ഷണം നേരെ സ്റ്റൊമക്കിലേക്ക്, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക്. ഈ യാത്രയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഭക്ഷണം അന്നനാളത്തിലൂടെ താഴേക്ക് പോകുന്നത് ഗ്രാവിറ്റി കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അവിടെ ഒരു പ്രത്യേകതരം മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതിന്റെ പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്. ഒരു ടൂത്ത് പേസ്റ്റ് ട്യൂബ് താഴെ നിന്ന് ഞെക്കുമ്പോൾ പേസ്റ്റ് മുകളിലേക്ക് വരുന്നില്ലേ? അതുപോലെ അന്നനാളത്തിലെ മസിൽസ് ഇങ്ങനെ ചുരുങ്ങി ഭക്ഷണത്തെ താഴേക്ക് തള്ളിവിടുന്ന ഒരു പ്രോസസ്സാണിത്. ഈ പേര് ഓർത്തു വെച്ചോളൂ, പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്. ഓക്കെ, അടുത്ത സെക്ഷൻ 2, ദ കെമിക്കൽ ബ്രേക്ക് ഡൗൺ. ഭക്ഷണം ഇപ്പോൾ നമ്മുടെ ഫാക്ടറിയിലെ മെയിൻ കെമിക്കൽ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. അതെ, നമ്മുടെ ആമാശയം. നമ്മുടെ സ്റ്റൊമക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽ ടാങ്ക് തന്നെയാണ്. ഇവിടെ 3 ഹീറോസ് ഉണ്ട്. നമ്പർ 1, ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl. ഇത് ഭക്ഷണത്തിലെ ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കും. നമ്പർ 2, പെപ്സിൻ എന്ന എൻസൈം. ഇയാളുടെ പണി പ്രോട്ടീനുകളെ ദഹിപ്പിക്കുക എന്നതാണ്. എക്സാമിന് ചോദിക്കും, പ്രോട്ടീൻ ഡൈജഷൻ ആരാണ് നടത്തുന്നത്? പെപ്സിൻ. ഇനി മൂന്നാമത്തെയാൾ മ്യൂക്കസ്. ഈ മ്യൂക്കസ് ഒരു രക്ഷാകവചം പോലെയാണ്. ആമാശയത്തെ ഈ ശക്തമായ ആസിഡിൽ നിന്നും സംരക്ഷിക്കുന്നു. ഈ 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. ഇതാ പരീക്ഷയിലെ ഒരു ഹോട്ട്സ്പോട്ട് ക്വസ്റ്റ്യൻ. ഭക്ഷണത്തിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ, അതായത് സമ്പൂർണ്ണ ദഹനം എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ: സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ചെറുകുടൽ. ഇത് മറക്കരുത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ് എല്ലാത്തിൻ്റെയും ഫൈനൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡൈജഷന് വേണ്ടി 2 വലിയ ഹെൽപ്പർമാരുണ്ട്. ഒന്ന്, ലിവറിൽ നിന്ന് വരുന്ന ബൈൽ. കൊഴുപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയാത്തൊന്നാണല്ലോ. ഈ ബൈൽ ഒരു സോപ്പ് പോലെ പ്രവർത്തിച്ച് വലിയ കൊഴുപ്പ് കട്ടകളെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. രണ്ടാമത്തെ ഹെൽപ്പർ പാൻക്രിയാസിൽ നിന്നുള്ള ജ്യൂസാണ്. ഇതിൽ 2 പ്രധാന എൻസൈമുകളുണ്ട്. പ്രോട്ടീനുകളെ ദഹിപ്പിക്കാൻ ട്രിപ്സിൻ, പിന്നെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ലിപ്പേസ്. ഈ പേരുകൾ കാണാതെ പഠിച്ചോളൂ. ഓക്കെ, ഭക്ഷണമൊക്കെ ദഹിച്ചു. ഇനി എന്തു ചെയ്യും? അതിലെ നല്ല പോഷകങ്ങളെയൊക്കെ രക്തത്തിലേക്ക് വലിച്ചെടുക്കണം, അബ്സോർബ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ചെറുകുടലിൽ ഒരു കിഡ്ലൻ ഡിസൈനുണ്ട്. ഈ കാണുന്ന പോലെ ഒരുപാട് വിരലുകൾ പോലെ തോന്നിക്കുന്ന ഈ സ്ട്രക്ചറുകൾ. ഈ വിരലുകൾ പോലെയുള്ള സംഭവങ്ങൾക്ക് പറയുന്ന പേരാണ് വിലി. ഇതിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള സ്ഥലത്തിന്റെ വിസ്തീർണം, അതായത് സർഫസ് ഏരിയ, ഒരുപാടങ്ങ് കൂട്ടുക എന്നതാണ്. ഒരു സ്പോഞ്ച് കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്ന പോലെ. ഈ ആയിരക്കണക്കിന് വില്ലകൾ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പോഷകങ്ങളെ രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റും. ശരി, അപ്പോൾ പോഷകങ്ങൾ രക്തത്തിലെത്തി. ഇനി നമ്മുടെ ഫാക്ടറിക്ക് പവർ വേണ്ടേ, എനർജി വേണ്ടേ? അവിടേക്കാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക് വരുന്നത്: റെസ്പിറേഷൻ. ഒരു മിനിറ്റ്, ബ്രീതിങ് ആൻഡ് റെസ്പിറേഷനും ഒന്നാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്.
ബ്രീതിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു ഫിസിക്കൽ പ്രോസസ്സ് മാത്രമാണ്. പക്ഷേ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പ്രോസസ്സാണ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിനെ നമ്മൾ ശ്വസിച്ച ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് എനർജി ഉണ്ടാക്കുന്ന പരിപാടി. ഈ എനർജിയുടെ പേരാണ് ATP, നമ്മുടെ ശരീരത്തിന്റെ എനർജി കറൻസി എന്ന് പറയാം. ഓക്കെ, എല്ലാവരും ഒന്ന് അലേർട്ടായിരുന്നേ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗ്യാരൻറ്റീഡ് എക്സാം ക്വസ്റ്റ്യനാണ്. ഗ്ലൂക്കോസ് ബ്രേക്ക്ഡൗൺ പാത്വേസ്. ഇതിൽ നിന്നൊരു ചോദ്യമില്ലാതെ ഒരു റെയിൽവേ എക്സാം പേപ്പർ ഉണ്ടാകില്ല, അതെന്റെ ഗ്യാരൻറ്റി. ഗ്ലൂക്കോസ് വിഘടിക്കാൻ പ്രധാനമായും 3 വഴികളുണ്ട്. വഴി 1, എയറോബിക് റെസ്പിറേഷൻ. എയറോ എന്ന് കേട്ടാൽ ഓർത്തോളൂ, എയർ, അതായത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത്. എവിടെയാണിത് നടക്കുന്നത്? നമ്മുടെ സെല്ലിന്റെ പവർ ഹൗസായ മൈറ്റോകോൺട്രിയയിൽ. എന്താണ് കിട്ടുന്നത്? ഒരുപാട് എനർജി. ഇനി വഴി 2, ലാക്ക് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ കുറവുള്ളപ്പോൾ നമ്മൾ ഓടുമ്പോഴോ വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ മസിൽസിൽ ഇത് നടക്കും. എന്താണ് കിട്ടുന്നത്? ലാക്റ്റിക് ആസിഡും കുറച്ച് എനർജിയും. ഇനി 3ാമത്തെ വഴി, അനൈറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ഒട്ടുമില്ലാത്തപ്പോൾ, ഉദാഹരണത്തിന് ഈസ്റ്റിലൊക്കെ നടക്കുന്നത്, എന്താണ് കിട്ടുന്നത്? ഇഥനോളും പിന്നെ വളരെ കുറഞ്ഞ എനർജിയും. ഈ ടേബിൾ അതേപോലെ പഠിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും നന്നായി ഓടിക്കഴിഞ്ഞിട്ട് കാലിനൊരുതരം കഴപ്പ് അല്ലെങ്കിൽ മസിൽ ക്രാംസ് അനുഭവിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം ഇരിക്കുന്ന ഈ ലാക്റ്റിക് ആസിഡാണ്. നമ്മൾ ഹെവിയായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും. അപ്പോൾ അവിടെ ഈ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. അതാണ് ആ വേദനയ്ക്ക് കാരണം. കണ്ടില്ലേ, ബയോളജി നമ്മുടെ ഡെയിലി ലൈഫ് തന്നെയുണ്ട്. ഓക്കെ, തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? മുൻ വർഷങ്ങളിലെ RRB എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തരാം. റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ് എന്നിവയുടെ കംപ്ലീറ്റ് ഡൈജഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഓർത്തുനോക്കൂ, ഞാൻ അടിവരയിട്ട് പറഞ്ഞ പോയിന്റാണ്. അതെ, കറക്റ്റ് ആൻസർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ സൂപ്പർ. അടുത്ത ചോദ്യം, പൈറുവേറ്റിന്റെ വിഘടനം നടന്ന് കാർബൺ ഡയോക്സൈഡും വെള്ളവും എനർജിയും ഉണ്ടാകുന്നത് എവിടെ വെച്ചാണ്? ഇത് എയറോബിക് റെസ്പിറേഷനെക്കുറിച്ചുള്ള ചോദ്യമാണ്. എവിടെയായിരുന്നു ആ ലൊക്കേഷൻ? ശരിയുത്തരം മൈറ്റോകോൺട്രിയ, സെല്ലിന്റെ പവർ ഹൗസ്. ബ്രില്യന്റ്. അവസാനത്തെ ചോദ്യം, നമ്മുടെ പേശികളിലെ കഴപ്പിന്, അതായത് മസിൽ ക്രാംസിന് കാരണമെന്താണ്? നമ്മളിതിപ്പോൾ സംസാരിച്ചതേയുള്ളൂ. അതേ, ലാക്റ്റിക് ആസിഡ്. നിങ്ങളെല്ലാവരും നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഉറപ്പായും ഓർത്തുവെക്കേണ്ടത്? നമുക്ക് നോക്കാം. ഈ 3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലങ്ങ് പതിപ്പിച്ചോളൂ. 1, ദഹനം തുടങ്ങുന്നത് വായിൽ, കംപ്ലീറ്റ് ആകുന്നത് ചെറുകുടലിൽ. 2, ആമാശയത്തിൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നത് പെപ്സിനാണ്. 3, മസിൽ വേദനയ്ക്ക് കാരണം ലാക്റ്റിക് ആസിഡ്. ഇത് മറക്കരുത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും സ്വയം ടെസ്റ്റ് ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ നേരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോന്നോളൂ. അവിടെ ഓരോ ചാപ്റ്ററിനും ഇൻട്രാക്റ്റീവ് ക്വിസുകളുണ്ടാകും. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ക്വിസ് മാത്രമല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തുവയ്ക്കാൻ സഹായിക്കുന്ന അടിപൊളി ക്രിയേറ്റീവ് ഓഡിയോ ക്ലാസുകൾ, പിന്നെ എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാൻ ഒരു ചാറ്റ് ഗ്രൂപ്പും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഇന്നത്തെ ഈ വിശദീകരണം നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന കൂട്ടുകാർക്കും സ്റ്റഡി ഗ്രൂപ്പുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അറിവ് പങ്കുവയ്ക്കുമ്പോൾ കൂടുമല്ലോ. ഇനി RRBJ, NTPC, ഗ്രൂപ്പ് D, പോളിടെക്നിക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമുള്ള ക്ലാസുകൾ, അതും എല്ലാ ഭാഷകളിലും ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്നും മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.